നീണ്ടകര താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ CPM ധർണ നടത്തി. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ചാണ് ധർണ നടത്തിയത്. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. LDF നീണ്ടകര വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. CPM ഏരിയ സെക്രട്ടറി കൊന്നയിൽ രവി ഉദ്ഘാടനം ചെയ്തു. ഈ ഫൗണ്ടേഷൻ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോ എഴുതി നീങ്ങുകയാണ്. ഇത് ഫോളോ ചെയ്യണമെന്ന്, ഇത് പരിശോധിക്കേണ്ടത്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് ബ്ലോക്ക് കമ്മിറ്റി യാതൊന്നും ചെയ്യുന്നില്ലാത്ത മാത്രമല്ല, അവർ ഇവിടുത്തെ ചില നിയമനങ്ങളിൽ മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത്. 2020 അധികാരത്തിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യം ചെയ്തത് LDFന്റെ ഭരണകാലത്ത് ഇവിടെ നിയമിച്ചിട്ടുള്ള താൽക്കാലികക്കാരെ പിരിച്ചുവിടാനാണ്. LDF കൺവീനർ L സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPM നീണ്ടകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലതീശൻ പിള്ള, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയി ആന്റണി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേദവ്യാസൻ M, പഞ്ചായത്ത് അംഗം ബേബി രാജൻ, പ്രസാദ് ശാന്തി, T സജീവ, R അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നിസാര രോഗങ്ങൾക്ക് പോലും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന സ്ഥിതിയാണ് നീണ്ടകര താലൂക്ക് ആശുപത്രിയിലുള്ളതെന്ന് LDF കുറ്റപ്പെടുത്തി. 50 പേരെ കിടത്തി ചികിത്സിക്കുവാനുള്ള ഭൗതിക സാഹചര്യം ഉണ്ടായിട്ടും 5 പേരെ പോലും ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കുന്നില്ലെന്നും, എക്സ്റേ ECG മെഷീനുകൾ മാസങ്ങളായി തകരാറിലായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് സമയബന്ധിതമായി ഇടപെട്ട് തകരാറുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും, OP വിഭാഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ലെന്നും, രോഗികളോട് ജീവനക്കാർ മോശം സമീപനമാണ് പുലർത്തുന്നതെന്നും LDF ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.